ഉത്തർപ്രദേശിൽ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല. അനധികൃതമായി നിർമ്മിച്ച പള്ളികളൊക്കെ പൊളിച്ച് തവിട് പൊടിയാക്കാണ്. സുപ്രീം കോടതി വിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കാനൊക്കെ നോക്കിയാലും പൊളിച്ച് ദൂരെ കളയുന്നു. സർക്കാർ വസ്തു കയ്യേറി ഉണ്ടാക്കിയ വീടുകളാവട്ടെ, പള്ളികളാകട്ടെ, ഷോപ്പിംഗ് കോംപ്ലക്സുകളാകട്ടെ എല്ലാം നിർദാക്ഷിണ്യം പൊളിച്ചു മാറ്റുകയാണ് യോഗി. ഇപ്പോൾ യോഗി ഒരു പുതിയ കാര്യം പറഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ചയാണ് ഹോളി. അന്ന് തന്നെയാണ് വെള്ളിയാഴ്ച 12:45 ഇവരുടെ ഉച്ചയ്ക്കുള്ള നമസ്കാരമുണ്ട്. ഉച്ചയോട് ആ സമയത്ത് തന്നെയാണ് ചെറുപ്പക്കാർ, ഹിന്ദു മതവിശ്വാസികൾ നിറങ്ങൾ വാരി എറിയുന്ന ഹോളി ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പള്ളിയിലൊക്കെ പോയി നിറം ദേഹത്ത് വീണു എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നമാവും. അതുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം വിളിച്ചിട്ട് പോലീസ് പറഞ്ഞു, ഹിന്ദുക്കൾക്ക് ഹോളി വർഷത്തിലൊന്നേ ഉള്ളൂ. നിങ്ങൾ വർഷം 48-നും 58-നും ഇടയ്ക്ക് ദിവസം വെള്ളിയാഴ്ച നമസ്കാരം നടത്തുന്നുണ്ട്. അപ്പോൾ ആരാണ് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഈ നമസ്കാരം ഒന്നെങ്കിൽ സമയം മാറ്റണം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ മതി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തൻ്റെ ഇടമാണ് ഇന്നത്തെ ഇന്ത്യയിൽ. കാരണം വലിയ ചങ്കൂറ്റമാണ്. കാരണം ഇവിടെ നമ്മുടെ ഓരോ സംസ്ഥാനത്തും ചെയ്യുന്ന അറിയാം. കർണാടകയിൽ പൊതുമരാമത്ത് പണിക്ക് വരെ 4% റിസർവേഷൻ കൊണ്ടുവന്നിരിക്കുക. ബജറ്റിൽ 150 കോടി മറ്റേ വഖഫ് അതെ ഭരണത്തിന് കൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് യോഗി പറയുന്നത്, നിങ്ങളുടെ വെള്ളിയാഴ്ചത്തെ ഉച്ചക്കത്തെ പ്രാർത്ഥനയുണ്ടല്ലോ മാറ്റിവെക്ക്, അല്ലെങ്കിൽ പുറത്തിറങ്ങരുത്. അപ്പോൾ ഇത് വല്ലാത്ത ഷോക്കിംഗ് ആയിരിക്കും എന്ന് കരുതി ഒരു ഷോക്കുമില്ല. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ചെയർമാനുമായ മൗലാന ഖാലിദ് റാഷിദ് ഫാറങ്കി മഹാലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒരു കാര്യം വിശ്വാസികളെ, നമുക്കൊരു കാര്യം ചെയ്യാം, 12:45 പകരം നമുക്ക് ഇത്തവണ 2 മണിക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എന്ത് തോന്നുന്നു സാറിനത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നത് ഈ പേഴ്സണൽ ലോ ബോർഡിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ചെയർമാൻ, അതെ, അങ്ങേര് ഏത് വിഭാഗത്തിലാണെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കണം. അത് മൊത്തം അവിടുത്തെ സുന്നി മുസ്ലിങ്ങൾ അംഗീകരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹമൊക്കെ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഇതുപോലത്തെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഇവർ പ്രസ്താവനകൾ ഇറക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ അജ്മീർ ദർഗാ ഷെറീഫ്, മറ്റേ അവിടുത്തെ ഭരണസമിതിയും ചിസ്തിമാർ അവരും വിട്ടുവീഴ്ചയോടുകൂടി, കാരണം ഒരു സൂഫി പശ്ചാത്തലമാണല്ലോ ഉള്ളത്. സൂഫി പശ്ചാത്തലമൊന്നും പറയണ്ട. 1500ഓളം ഹിന്ദു പെൺകുട്ടികളെ പീഡിപ്പിച്ച, സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി ചിസ്തി കുടുംബത്തിൽ നിന്നായിരുന്നു, അജ്മീർ കേസിലെ. അതൊക്കെ ഉണ്ടല്ലോ. ചിസ്തി കുടുംബത്തിൽ നിന്നാണ് യെച്ചൂരിയുടെ ഭാര്യ. ഇപ്പോൾ മുസ്ലിമാണല്ലേ യെച്ചൂരിയുടെ ഭാര്യ? ചുമ്മാതല്ല. 2 ഭാര്യമാരുണ്ടോ? രണ്ടാമത്തെ ഭാര്യയാണ് സീമ ചിസ്തി. അപ്പോൾ ഇപ്പോൾ അമീർ ഖുസ്രോയുടെ വാർഷിക സമ്മേളനത്തിൽ മോദി പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അമീർ ഖുസ്രോ സൂഫി ഖവാലിയൊക്കെ കണ്ടുപിടിച്ച ആളാണ്. ഖവാലി, സിത്താർ എന്ന് പറഞ്ഞ സംഗീതോപകരണം അദ്ദേഹമാണ് ആവിഷ്കരിച്ചത്. നമ്മുടെയൊക്കെ സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ഇല്ലേ, തന്ത്രിവാദ്യങ്ങൾ, അതനുസരിച്ചിട്ട് അദ്ദേഹം ചെയ്തതാണത് സിത്താർ എന്ന് പറയുന്നത്. അപ്പോൾ മോദിയോടെ പോയി ഒരു സൂഫി പാരമ്പര്യമാകുമ്പോൾ അനൽ ഹക്ക് എന്നൊക്കെ പറയുന്നത്, തത്വമസി എന്നൊക്കെ പറയുന്നത് പോലെ ഇരിക്കും അത്യാവശ്യമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ പെട്ടതാണെങ്കിൽ ഈ ഉച്ചയ്ക്കുള്ള ഈ നമസ്കാരത്തിനൊക്കെ അവർക്ക് സമയമുണ്ട്. ഈ റംസാൻ കാലത്തൊക്കെ ആ സമയമൊക്കെ അച്ചടിക്കുന്ന പത്രമാധ്യമങ്ങളുമൊക്കെ ഉണ്ട്. ശബരിമല സമയം അച്ചടിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ പുതുതായിട്ട് തുടങ്ങുന്നതാണ് ഈ പ്രീണനത്തിന്റെ ഭാഗമായിട്ട്. മുമ്പൊന്നും ഈ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെ എണ്ണത്തിൽ ആൾ കൂടി, അപ്പോൾ പിന്നെ അവരെ സൂചിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇപ്പോൾ സുബഹി നമസ്കാരം, ഓരോ നമസ്കാരത്തിന് അതിൻ്റെ ടൈമിംഗ് ഉണ്ട്. അത് മാറ്റിവെക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ സമ്മതിക്കണമെന്നില്ല. പക്ഷേ ഭരണകൂടം പറഞ്ഞു അതുകൊണ്ട് വീട്ടിലിരുന്ന് നമസ്കരിക്കാമല്ലോ. വലിയ ആൾക്കൂട്ടമായിട്ട്
പള്ളികളിലൊക്കെ വന്ന് ഇത് പ്രശ്നമാക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോളി ആഘോഷിക്കുന്ന ആളുകൾ ശരിക്കും ആ സമയത്ത് ഒരു മതിമറന്നിട്ടാണ്. അതെ അതെ, പൈപ്പുകളിലൊക്കെ വെള്ളം ചാമ്പും കളർ പൊടികൾ വാരി വിതറും. കാരണം മുമ്പിൽ വന്ന് നിൽക്കുന്ന ആരാണെന്ന് മതം നോക്കിയിട്ടൊന്നുമല്ല, അതെ, അത് സന്തോഷത്തിന്റെ ആഘോഷമാണ്. അതെല്ലാവരും ചേർന്ന് തന്നെയാണ് എല്ലായിടത്തും ആഘോഷിച്ചിരുന്നത്. ഈ മതപരമായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഹോളിയിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ടായിരുന്നു. ഹോളിക്ക് ഒരുപാട് വർഷത്തെ ചരിത്രമുണ്ട്. പിന്നെ ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പേ ഹോളി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രയാഗ്രാജിൽ ഈ കുംഭമേളയുടെ ആ സമയത്ത് നടന്ന ഒരു അത്യാഹിതം ഉണ്ടല്ലോ, അതിനെപ്പറ്റി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി സംശയങ്ങളുമുണ്ട്, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. അത് ആ CCTV നോക്കി കൃത്യമായി 141 പേരെയോ മറ്റോ കണ്ടുപിടിച്ചിട്ടുണ്ട്. വണ്ടി വന്നത് ഒരു ബസ് വന്നതിലെ ആളുകളാണെന്നൊക്കെ കണ്ടുപിടിച്ച് അന്വേഷണം അതൊരു വഴിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ രോഗിയാവുമ്പോൾ ഇത് മുഴുവൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കുമല്ലോ. കണ്ടുപിടിക്കുക മാത്രമല്ല, പണി കൊടുക്കും. ഇപ്പോൾ സമ്പലിലെ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കോൺഗ്രസ് ഭരണമായിരുന്നെങ്കിൽ അത് ഹിന്ദു മുസ്ലിം കലാപം എന്ന് പറഞ്ഞ് നടന്നേനെ. അങ്ങനെയല്ല, അത് രണ്ട് മുസ്ലിം വിഭാഗം, സുന്നികളും ഷിയാകളും തമ്മിൽ നടത്തിയതാണ്. MLAയും അവിടുത്തെ MLAയും MP-യും രണ്ട് വിഭാഗമാണ്, തുർക്കിയും പത്താനുമാണ്, അവർ തമ്മിൽ നടത്തിയതാണ് എന്ന് യോഗി അസംബ്ലിയിൽ പറഞ്ഞു. അതുപോലെ ഈ സമ്പൽ ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു. 1978 സമ്പലിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് അന്വേഷിക്കാനും തീരുമാനിച്ചു. അപ്പോൾ അവിടെ പിന്നെ ഈ ഹലാൽ എന്ന് പറഞ്ഞിട്ടുള്ള കടകൾ പരിപാടി നിർത്തി. ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ ഡിറ്റർമിൻ്റാണ് യോഗി എന്നുള്ളത് അവിടെ എഴുതപ്പെട്ടതാണ് അവിടെ. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഒരു ഇതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പോൾ മൗലാന ഖാലിദ് റാഷിദ് ഫാറങ്കി മഹാലി പറഞ്ഞത് 2 മണിക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പുള്ളിക്ക് സതുദ്ദേശമുണ്ട്. ഇനി യോഗിയെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. പേടിച്ചിട്ടാണേലും അല്ലെങ്കിലും ഈ ആഘോഷം നടക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ആരുടെയെങ്കിലും മുഖത്ത് ചായം വീണു എന്നതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായാൽ അത് വലിയ കലാപത്തിലേക്ക് മാറ്റും. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട്, നാടിൻ്റെ സ്വൈര്യത്തിനും സമാധാനത്തിനും ക്രമസമാധാനം ഉറപ്പിക്കാനും വേണ്ടി വേണമെങ്കിൽ തങ്ങളുടെയൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാം എന്നൊരു നിലപാടെടുക്കുന്നത് നല്ലതല്ലേ? അതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷമാണ് ഭരിക്കുന്നത് ഇന്ത്യയിൽ. അത് മുമ്പും അങ്ങനെ, മുഗൾ ഭരണകാലത്ത് 700 കൊല്ലത്തോളം അങ്ങനെയല്ലായിരുന്നു. അന്ന് എന്തായാലും സഹിഷ്ണുതയോടുകൂടി ഹിന്ദുക്കൾ ഒരുപാട് അനുഭവിച്ചതാണ് ആ കാലത്ത്. ഔറംഗസേബിന്റെ കാലത്തൊക്കെ അനുഭവിച്ചതിനെ പറ്റി. പക്ഷേ ഹിന്ദുക്കൾ ഈ ഭൂരിപക്ഷം ഇപ്പോഴും മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയോ അങ്ങനൊന്നും ചെയ്തില്ല, ഒരിക്കലും ചെയ്യില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവിക്കാത്തതാണ് ഇപ്പൊ പരാതി എന്ന് തോന്നുന്നു അല്ലേ? ഉപദ്രവിക്കില്ല, അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സനാതന ധർമ്മത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ഹിംസ നമ്മൾ അത് യുദ്ധകാലത്തൊക്കെ ആകാം എന്നല്ലാതെ അല്ലാത്ത കാലത്ത് ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി യേശുവിന് മുമ്പാണല്ലോ, ഇസ്ലാമിനൊക്കെ മുമ്പല്ലേ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചടക്കാനായിട്ട് നിങ്ങൾ നടക്കുന്നത്? അവിടെ ഇരുന്നാൽ പോരെ, അവിടെ ഇരുന്ന് അദ്വൈതം പ്രാക്ടീസ് ചെയ്താൽ പോരെ എന്നല്ലേ ഇവിടെ ദണ്ഡി മുനിയും കല്യാണ മുനിയൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചത്. അങ്ങേര് വരുമ്പോൾ അങ്ങേരുടെ കുതിരയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള പാടത്തൊക്കെ ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഒരു പ്രാന്തൻ കുതിരപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നുകൊണ്ട് അവർ വീണ്ടും അവിടെ വിത്ത് വിതയ്ക്കുക ശാന്തമായിട്ട്. അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് എന്തൊരു ജനതയാണെന്നാണ് അന്ന് അലക്സാണ്ടർ വിചാരിച്ചത്. കാരണം ഈ കുതിരയും വെടിമരുന്നും ഒക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് മറ്റുള്ളവർ വളരെ ശാന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു രാജ്യം, അങ്ങനത്തെ ഫിലോസഫേഴ്സ്. എന്നിട്ട് ഇവിടുന്ന് കല്യാണമുനിയും കൊണ്ടുപോവുകയാണല്ലോ. കല്യാണമുനി വഴിയിൽ വെച്ചിട്ട് അനാരോഗ്യമാണ്, ഇനി തൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചവറെല്ലാം കൂട്ടിയിട്ട് ആത്മാഹുതി ചെയ്യുകയാണ്. ഇനി ഞാനേക്ക് ഇല്ല. അപ്പോൾ അലക്സാണ്ടർ ബാബിലോണിൽ കാണാം. അപ്പോൾ ബാബിലോണിൽ വെച്ച് അലക്സാണ്ടർ മരിക്കുകയും ചെയ്തു ഏതാനും വർഷത്തിനകം. അപ്പോഴാണല്ലോ പ്രവചനം ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തത്വം ചിന്തയ്ക്ക് അനുസരിച്ചിട്ടാണ് അലക്സാണ്ടർ എൻ്റെ 2 കൈകളും പെട്ടിക്ക് പുറത്തിടണം എന്ന് പറയുന്നത്. ഞാൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇങ്ങനൊരു പൂർണ്ണമായ തത്വചിന്ത ആവിഷ്കരിച്ചതിൻ്റെയാണ് നമ്മളുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് നെതന്യാഹു ഒന്നും ഭരണത്തിലൊന്നും വരാത്തത്. നെതന്യാഹു ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ
എത്രയോ കാര്യങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വല്ലതും നെതന്യാഹു ആയിരുന്നെങ്കിൽ, ഇസ്രയേലിനെ പോലെയുള്ള മനോഭാവമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും കാണൂലായിരുന്നു. അതെ, എത്ര രാജ്യങ്ങളാണ്. പിന്നെ കുറെ പാളിച്ചകൾ, നെഹ്റുവിൻ്റെ ഒക്കെ കാലത്തെ പാളിച്ചകൾ. ഏതായാലും യു പിയിലെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ അനധികൃത പള്ളികൾ ഉണ്ട്, പൊളിക്കണമെന്ന് നോട്ടീസ് കൊടുത്താൽ പണ്ടൊക്കെ ഇവർ ഫൈറ്റ് ചെയ്യും, ആളെ കൂട്ടി വലിയ പ്രശ്നം, ന്യൂനപക്ഷ പീഡനം എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെത്താൻ പൊളിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. പിന്നെ അവിടെ വഖഫിൻ്റെ ഭൂമി അളന്നുകൊണ്ടിരിക്കുക, അളക്കുന്നു. അല്ല. അപ്പോൾ യു പിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ പോലെ സംഘടിത മുസ്ലിമിൻ്റെ, സംഘടിത ഇസ്ലാമിൻ്റെ മസിൽ പവർ കാണിക്കാൻ അവർ തയ്യാറാവുന്നില്ല. മസിൽ പവർ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വേണം, പള്ളി നിയമവിരുദ്ധമാണല്ലേ, ശരി എന്നാ സാർ ഞങ്ങൾ പൊളിച്ചോളാം. അതുകൊണ്ട് ഈ ഫരങ്കി പറഞ്ഞത് അനുസരിച്ച് നടക്കുന്നതാണ് ഇപ്പോൾ നല്ലത്, ഭാവിയിലും നല്ലത്. ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.